ഇതാരാ? എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമില്ല. ഒരു ജോലി ശരിയാക്കാൻ നടക്കുക. എന്നാലും ആശ എനിക്കിട്ട് അങ്ങനെ പണിയുണ്ടായിരുന്നു. അന്ന് ആ കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്തിരുന്ന് പണിയെടുക്കേണ്ടതാ. കൂടുതൽ നമ്പർ ഇടല്ലേ. ആദ്യം ഭാര്യയ്ക്ക് ജോലി ഒപ്പിച്ചു കൊടുത്തിട്ട് സാവധാനം നിങ്ങൾക്ക് കൂടി ഇതിനകത്ത് കയറി പറ്റാനുള്ള പണിയല്ലേ? അല്ല, അവര് ഒന്നും പറയണ്ട. ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നത്. ഇത് ചെയർമാൻ വന്നിട്ട് അറിയുകയും ചെയ്യാം. നടക്കട്ടെ. മാഡം, ഹസ്ബൻഡ് കാണാൻ വന്നിരിക്കുന്നു. ഏത് ഹസ്ബൻഡ്? ഏത് ഹസ്ബൻഡ് എന്നോ? ഏത് ഹസ്ബൻഡ് എന്നല്ല, എന്റെ ഹസ്ബൻഡോ? എന്താ? എന്തു വേണം? ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി. അതിന് ലതയോട് ക്ഷമ ചോദിക്കാനാ വന്നത്. ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും മുഖത്തുള്ള ഭാവം ഇടിച്ച് എന്നെ ചമ്മന്തിയാക്കി കളയുന്നുള്ളതാണല്ലോ. അയ്യോ, ഒന്ന് പതുക്കെ പറ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആദ്യം ഈ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം. എന്നിട്ടാവും ബാക്കി സംസാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല. ഞാൻ ഒന്ന് താണപ്പതേ കൊണ്ട് പൊങ്ങിയല്ലോ. ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം. അല്പ സൗകര്യം കിട്ടിയ ആണുങ്ങളുടെ തലയിൽ കയറിയിരിക്കും. പൊക്കോ, നമ്മുടെ പ്രശ്നങ്ങൾ ചെയർമാന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും പൊക്കോളാം. വന്ന കാര്യം പറഞ്ഞു തൊലയ്ക്ക്. അയ്യോ, അത് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. വളരെ പേഴ്സണൽ കാര്യങ്ങളാ. അല്പ സമയം എടുക്കും. ഇരിക്കും. എന്റെ ഓഫീസിൽ വെച്ചല്ല തന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. വെരി കറക്റ്റ്. എന്നാ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. എന്താ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? 6 മാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരീഡില്ല. അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞാ അത് നടപ്പുള്ള കാര്യം തന്നെ. അല്ല, സൗകര്യം പോലെ ശരിയാക്കിയാ മതി. ഞാൻ വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മൾ ഇത്രയും അടുത്തുപോയ സ്ഥിതിക്ക്. ആരടുത്തു? കൂടുതൽ സ്മാർട്ട് ആവാനൊന്നും നോക്കണ്ട. ദേ, ഓഫീസിൽ വെച്ചായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തനിക്ക് വട്ടി കളിപ്പിക്കാൻ അത്ര പൊട്ടിപ്പണൊന്നുമല്ല ഞാൻ. അതിന് വേറെ ആളെ നോക്കണം. ഈ ലതയുടെ ഓരോ തമാശ എപ്പോഴെങ്ങനെ. ആദ്യം തമാശയൊന്നും വേണ്ട. ജോലി വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ പിന്നീട് നോക്കാം. ഞാൻ പോവാ. അല്ല, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകാതെ അങ്ങനെ പോയാലെങ്ങനാ? തീരുമാനോ? അല്ല, എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി കയറിയത്. ആണോ എന്നാ ചോദിച്ചത്. അതെ. ഭാരതത്തിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണ്. ഞാൻ പറയുന്നൊന്നും എതിർക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമല്ലേ മുഖത്ത്? നോക്കട്ടെ. നന്നായിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാഡത്തിന്റെ ശമ്പളത്തിന്റെ 50% എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം. ഓക്കെ? സാധ്യമല്ല. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ. ഇത് അതുകൊണ്ടൊന്നുമല്ല, വേറെ വഴിയില്ലാഞ്ഞിട്ടാ. ശരി, 50% ഞാൻ തന്നില്ലെങ്കിൽ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് എനിക്കറിയാം. മാഡത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു കള്ളം പറയുമായിരുന്നു. ഓ ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ? എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. അല്ല മാഡം, ഇനി എമൗണ്ടിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കിൽ ഈ പകുതി എന്നുള്ളത് 3-1 എനിക്ക് വിരോധമില്ല. എന്തു പറയുന്നു? നാശം പിടിക്കാൻ സമ്മതിച്ചു. എന്നാ കൈ തന്നെ. എന്തിന്? കയ്യിലടിച്ച് സത്യം ചെയ്യാൻ. ദേഹത്ത് തൊട്ടുള്ള സത്യമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതാ. ഒരു മിനിറ്റ് നിന്നെ. ഒരു ചെറിയ ബില്ല് കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു നാരങ്ങ വെള്ളം, ഒരു പ്ലേറ്റ് ബജ്ജി. ഓഹോ, അത് ശരി. എടോ ഭാര്യ, അമ്പടി ശമ്പളം വാങ്ങിട്ട് പുറകെ കൂടെ മുങ്ങിയ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. വണ്ടി എടുത്തോ. ഞാനാണ് പറഞ്ഞ വണ്ടി എടുത്താൽ. ഞാൻ ആരാണെന്നോ? ഞാനവിടെ ഭർത്താവാ. ഞാൻ ഇവരുടെ ഭാര്യയൊന്നും അല്ല. ഭാര്യ അല്ലേ? ശമ്പളത്തിന്റെ 3-1 തരാമെന്ന് പറഞ്ഞ് നമ്മൾ പാർക്കിൽ വെച്ച് കരാറുണ്ടാക്കിയത് മറന്നുപോയോ? വണ്ടി എടുത്തോ. ചുമ്മാ ആവശ്യമില്ല. പബ്ലിക് റോഡാണ് പറഞ്ഞേക്കാമോ? വണ്ടി നിർത്തിയിലേക്ക് എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ക്രിമിനൽ കേസ് 2 പേരെ കൊടുക്കും. വണ്ടി എടുത്താൽ കാശിക്കരുത്. ഞാൻ കാശൊന്നും തരയില്ല. ശല്യമായല്ലോ.
എന്ത് ശല്യം? ആ എങ്കിൽ നീ അടുത്ത ശമ്പളം വാങ്ങി തരിക്കുന്ന കാരണം പോയി കാണും. എടുക്ക എടുക്ക. ഇതിൽ കൂടുതൽ ഒരു പൈസ ഞാൻ തരില്ല. 300 രൂപയോ? മര്യാദക്ക് 500 രൂപ തരണോ അതോ ഞാൻ ചെറുപാടെ കാണണോ? പോയി കണ്ടോ? ഒരു ശല്യം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശായിരുന്നു. അപ്പൊ ആട്ടയുടെ കാശ്? അതെ, അത് ഞാനിന്ന് വീട്ടിൽ മണിയായിട്ട് എത്തിക്കാം. ഭാര്യമാരായ വാക്കിന് കുറച്ചൊക്കെ വില വേണം. എന്ത് പോസ്റ്റ്? എന്താ ഇത്? 525 രൂപ 50 പൈസയോ? യു മീൻ 525.50? അയ്യോ, ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ? ഇക്കണക്കിന് മേജർ ആക്സിഡന്റ് വല്ല ആയിരുന്നെങ്കിൽ എന്റെ തറവാട് വിൽക്കേണ്ടി വന്നല്ലോ. നല്ല ട്രീറ്റ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ പണം കൊടുക്കണം, അല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ. അപ്പോ ഞാൻ ജീവനോടെ ഇരിക്കണമെന്നാണോ? ഇതിപ്പോ 525 രൂപയല്ലേ പോയുള്ളൂ. എന്റെ ലൈഫെങ്കിലും തിരികെ കിട്ടിയല്ലോ. അല്ല സിസ്റ്റർ, ഇവിടെ ഈ റിഡക്ഷനും ഡിസ്കൗണ്ട് ഒന്നുമില്ല? അതങ്ങ് തുണിക്കടയില്. അല്ല, ഇത് 500 രൂപയല്ലേ ഉള്ളൂ? 500 രൂപ ചിലപ്പോ 500 രൂപയെ കാണുള്ളൂ. ബാക്കി ഞാൻ ഇനി ആക്സിഡന്റ് പറ്റി ഇവിടെ വരുമ്പോ അതും കൂടെ ചേർത്ത് സെറ്റിൽ ചെയ്തോളാം. ഓക്കെ? പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ, ഫിനാൻഷ്യലി ഞാൻ വളരെ വീക്കാം. സോറി. അയ്യോ, ഇതെന്ത് പറ്റി ചേട്ടാ? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സിന് കുറുക്കേ ചാടിയ ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടെ പറ്റിയതാ. ഇതൊന്നും സാരമില്ല. ആ പിഞ്ചു ബാലൻ ഒരു പരിക്ക് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടല്ലോ. അയ്യോ, എന്നിട്ടെന്താ എന്നെ അറിയിക്കാഞ്ഞത്? അത് പിന്നെ വെറുതെ അറിയിച്ചിട്ട് ലതയ്ക്ക് എന്തിനാ വിഷമം ഉണ്ടാക്കുന്നത്? പിന്നെ ECG, എക്സ്റേ, സ്കാനിങ് ഇതൊക്കെ നടത്തുന്നതിന് ഒരു 500 റുപ്പീസിന്റെ ആവശ്യമുണ്ട്. അതിങ്ങനെ എന്റെ കയ്യിലിപ്പോ ഇല്ലല്ലോ ചേട്ടാ. ഇനി അടുത്ത 1-ാം തീയതി അല്ലേ ശമ്പളം കിട്ടൂ. അതിനെന്താ, ഇവരോട് ആരോടെങ്കിലും കടം വാങ്ങിച്ചാൽ മതി. ഞങ്ങൾ പിരിച്ചു തരാം. അതൊന്നും വേണ്ട. ചേട്ടൻ ഇങ്ങോട്ടൊന്നും ഞാനോ? അല്ല, ഈ ചേട്ടൻ. ഒരു മിനിറ്റ്. ഈ പിഞ്ചു ബാലന്മാരെ മരണവക്ത്രത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്റെ ഒരു വിനോദാണ്. ചേട്ടന് തോന്നുന്നുണ്ടോ ആക്സിഡന്റ് പറ്റിയതാണെന്ന്? പിന്നെ ഞാൻ ആരോടും പറയാത്തതാ. ഈയിടെയായിട്ട് ഉണ്ണിയേട്ടന് മദ്യപാനം കുറച്ച് കൂടുതലാ. ബോട്ടിൽ വാങ്ങാൻ കാശിനാ ബാൻഡേജും കെട്ടി വന്നിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ പതുക്കെ ചെന്ന് ആ കൈയൊന്ന് പിടിച്ച് തിരിച്ചു നോക്കിയേ. അത് പിന്നെ ഞാനല്ലേ പറയുന്നത്. ചെല്ല്. NCC-യിലും ഉണ്ടായിരുന്നു, സ്കൗട്ടിലും ഉണ്ടായിരുന്നു. അപ്പോഴേ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം ചേട്ടാ? എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു. അല്ലാതെ എന്താ? അയ്യോ, എന്താ ഇത്? അല്പം മനുഷ്യത്വം വേണ്ടേ? ഒന്നും പറയണ്ട. അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത്? അങ്ങോട്ട് പോവാൻ. ചേട്ടന് വേദനിച്ചോ? ഒന്നിങ്ങോട്ട് വന്നേ. ഇപ്പം കണ്ടല്ലോ, ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്നാ ഇതൊക്കെയാവും ഫലം. സമ്മതിച്ചു, നീ വലിയ സാമർത്ഥ്യക്കാരി തന്നെ. പക്ഷെ ഒന്നോർത്തോ, അല്പം കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാര അങ്ങോട്ടും വരും. ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി? 1-ാം തീയതിക്ക് മുമ്പ് ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ഇനി ഉള്ള കാര്യം പറയാമല്ലോ. ഞാനൊരു കുടിയിറക്ക് ഭീഷണിയില്ല. കൊടുത്തു തീർക്കാനുള്ള വാടക കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിടുമെന്നാ ഓണർ പറഞ്ഞിരിക്കുന്നത്. അതിന് ഞാനിത് വേണം? എന്റെ കൂടെ താമസിപ്പിക്കണോ? അയ്യോ, അതൊക്കെ ലതയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? അയ്യടാ, അങ്ങോട്ട് പോന്നേരെ പെട്ടിയും കിടക്കയായിട്ട്. അവിടെ നല്ല 1-ാം തരം ചൂലുണ്ട്. വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. വാശി പിടിപ്പിച്ച കൂടുതൽ വരട്ടല്ലേ? വരട്ടിയാൽ നമുക്ക് കാണാം. കാണാം കാണാം. ലതേ, നിന്നെ അന്വേഷിച്ച് ഓഫീസിൽ ആരോ വന്നിരിക്കുന്നു. ഇതാ വരുന്നു. ആരാ? എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അത് കൊള്ളാം. ഭാര്യയുള്ളിടത്തല്ലേ ഭർത്താവ് കഴിയേണ്ടത്? ഓഹോ, ആ അവകാശം പറഞ്ഞ് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പെട്ടിയും കിടക്കയായിട്ട് എഴുന്നള്ളിയിരിക്കുന്നത്? എഴുന്നേക്ക്. ഉടൻ സ്ഥലം കിട്ടോ. എന്നല്ലേ ഒരു വികലാംഗനോട് ഇത്ര ക്രൂരമായി സംസാരിക്കാതിരിക്കൂ. വാടക കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്നെ ലോഡ്ജിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നെ ശുശ്രൂഷിക്കാൻ ആരുണ്ട്? ആഹാരം വെച്ചു തരാൻ ആരുണ്ട്? മരുന്ന് വാങ്ങിത്തരാൻ ആരുണ്ട്? നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നും സ്വർണ്ണലതയ്ക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ താമസിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല. ഇത് അവസാന തീരുമാനമാണോ? എന്നാ ശരി, ഞാൻ നേരെ കമ്പനി ചെയർമാന്റെ വീട്ടിൽ പോവാം. ഇതിനേക്കാളും സൗകര്യം അവിടെ കാണുമല്ലോ. എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും. അദ്ദേഹം എന്നെ കൈവിടില്ല.
അത് ശരി, നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണോ? ബ്ലാക്ക് മെയിലോ ഗ്രീൻ മെയിലോ മദ്രാസ് മെയിലോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏത് വേഷവും കിട്ടും. നിന്റെ കമ്പനിയിൽ എനിക്കൂടെ ഒരു ജോലി ശരിയാക്കി തരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഓഹോ, തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനിച്ചു കഴിഞ്ഞു. ആ, എന്നാ നമുക്ക് കാണാം. ഒന്നീ രണ്ടുപേർക്കും ജോലി, അല്ലെങ്കിൽ ആർക്കും ജോലി വേണ്ട. എന്താ ഇത്? നീ വന്നേ, ആ ചായ ഇങ്ങ് തന്നേക്കും. താങ്ക്സ്. ഇനി വാ. വലിഞ്ഞൊരു വന്നിരിക്കുന്നു. എന്തൊക്കെയാടി ഇത്? ആരാത്? ഞാനൊന്ന് പറഞ്ഞില്ലേ, ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു ജോലി വാങ്ങിയ. നിനക്ക് ചിരിക്കാം, ഞാനാ പുലിവാലി പിടിച്ചത്. പുലിവാലി പിടിച്ചെങ്കിലേ അത് വെറുതെ ഒന്നുമല്ല സിസ്റ്റർ. നിങ്ങൾക്കറിയോ, എനിക്ക് കിട്ടേണ്ട ജോലി അവർ തട്ടിയെടുത്തത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ പറയൂ. ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. കുറച്ച് ദിവസത്തേക്കുള്ള ഒരു താമസ സൗകര്യം. ഒന്നുകിൽ എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ വേറൊരു താമസ സൗകര്യം ശരിയാവുന്നവരെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇനി എന്ത് ചെയ്യൂടെ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ അയാൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാ നിന്റെ ജോലി പോക്കാം. തൽക്കാലം നമ്മൾ അയാളെ സഹിച്ചേ പറ്റൂ. വിശ്വട്ടിനൊന്ന് വന്നാ എന്തെങ്കിലും ഒരു ജോലി ഇയാൾക്ക് ശരിയാക്കി കൊടുക്കാം. അതുവരെ ഇവിടെ ഞാനും കഴിഞ്ഞോട്ടെ. ഇവിടെയോ? ആ വരാന്തയിലുള്ള മുറി വെറുതെ ഒഴിഞ്ഞു കിടക്കല്ലേ, നമുക്ക് വേറെ ശല്യമൊന്നുമില്ലല്ലോ. അത് വേണോ? അതേ ഉള്ളൂ മാർഗം. വാ. തൽക്കാലം ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം. ദാ ആ വാതിൽ വിട്ട് അകത്തോട്ട് ഒരു ചുവട് വെച്ചു പോരുത്. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അത് ന്യായം. താങ്ക് യു ഫോർ യുവർ അറേഞ്ച്മെന്റ്സ് മാഡം. വരുന്നേ. ആരാ? ഭഗവാനെ, ഈ പ്ലാസ്റ്റർ ഏത് ഭാഗത്തായിരുന്നു? വലത്തെ ഉണ്ടക്കണ്ണിന്റെ മോളിൽ. കറക്റ്റ്. തുറക്കണോ വാതിൽ? തുറക്കാൻ. എല്ലാം ക്യൂറായി. പക്ഷെ ഇനിയും കൈ ഒടിയായിരിക്കാൻ 6 മാസത്തേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 6 മാസത്തേക്കല്ല, ആജീവനാന്തം ബാൻഡേജ് കെട്ടേണ്ട അവസ്ഥയിലാക്കി തരാൻ തന്നെ ഞാൻ. മിസ്റ്റർ, താൻ എന്താ കരുതിയേ? തന്റെ ഭീഷണിയെ പേടിച്ച ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നാണോ? ഇന്ദു പറഞ്ഞുകൊണ്ട് മാത്രം അവളൊരു പാവായിപ്പോയി. ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു. തെറ്റ് തന്നെ, സമ്മതിച്ചു. അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടമാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരണം, എങ്ങോട്ടെങ്കിലും. കൊള്ളാം, അഭിനയം കലക്കി. അതെ, അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടകം കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത്. ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല. അതൊക്കെ പോട്ടെ, എനിക്കൊരു 100 മണീസ് വേണം, വളരെ അത്യാവശ്യം. 100 മണീസോ? എന്റെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ല. ഞാൻ പെടുന്ന പാട് എനിക്കറിയാം. പുതിയ ഡ്രസ്സും വാച്ചും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അതിനെവിടുന്ന കാശ്? അതെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്റെ കാശ് കൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും, മറ്റു പലതും വാങ്ങിക്കും. താനാരാ ചോദിക്കാൻ? നീ വന്നോ? പിന്നെ ലത എത്രയും പെട്ടെന്ന് അടിച്ചിറക്കി വിടുന്നു. ആരെ? ആ മരങ്ങോടനെ. പിന്നെ അല്ലാതെ ആരെയാ? ലത, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇന്നിവിടെ അവറാച്ചനും കൂട്ടരും വിശ്വടിനെ അന്വേഷിച്ച് വന്നിരുന്നു. പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കുറെ ബഹളം ഉണ്ടാക്കി. ആ ഉണ്ണികൃഷ്ണൻ ഇടപെട്ട അവരെ മടക്കി അയച്ചത്. എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പാവാന്നാ. നിനക്ക് കാണുന്നവരൊക്കെ പാവാ. ഇതൊക്കെ അവന്റെ നമ്പറാ. ശരിയാവില്ല. വിശ്വം പോലെ ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചെയർമാൻ ആളൊരു ശുദ്ധനാ. എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവരവനെ ഇടിച്ച് ചമ്മന്തിയാക്കിക്കൊള്ളും.